പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് മത്തായി 16 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അങ്ങനെ അത് വായിക്കുന്നില്ല, ഒന്ന് പറഞ്ഞു പോകാം. അവിടെ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശു അവരോട് പറയുന്നു, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവെന്ന്. അപ്പോൾ ശിഷ്യന്മാർ ഓർത്തു, കർത്താവ് പറയുന്നത് അവർ അപ്പം എടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് പുളിച്ച മാവിനെ കുറിച്ച് പറയുന്നതെന്ന്. അപ്പോൾ കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസികളെ, നിങ്ങൾ മറന്നുപോയോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട നിറച്ചെടുത്തതും, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചിട്ട് 7 കൊട്ട നിറച്ചെടുത്തതും നിങ്ങൾ മറന്നുപോയോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞത് സദൂക്യരുടെയും പരീശന്മാരുടെയും ഉപദേശത്തെക്കുറിച്ചത്രേ എന്നാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അനേകമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം പല മീഡിയാസിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട്, പലരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പല മീഡിയാസിലൂടെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കുന്നതെല്ലാം നമ്മൾ അതുപോലെ നമ്മൾ ഏറ്റെടുക്കണം എന്നാണോ? എന്നാൽ ഈ നാളുകൾ നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവ്, ഞാൻ ഈ കേൾക്കുന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമായി എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ളത് എന്താണെന്ന് നമുക്ക് അറിയിച്ചു തരണം. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന പർപ്പസിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് എന്താണ്, എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഓക്കെ, അതാണ് ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവും അവിടെ പറയുന്നത് അവരുടെ ഉപദേശം സൂക്ഷിച്ചു കൊള്ളുവെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നത് മത്തായി 14 അധ്യായത്തിലാണ്. 15 അധ്യായത്തിലാണ് നമ്മൾ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതും അത് കഴിഞ്ഞിട്ട് 7 വട്ടി നിറച്ചെടുത്തത് നമ്മൾ കാണുന്നത്. അപ്പം ഇത് 14 15 ഈ 2 കാര്യങ്ങളും നടക്കുന്നത്. എന്നിട്ട് 16 അധ്യായത്തിൽ ജസ്റ്റ് വന്നപ്പോഴാണ് വീണ്ടും ഇവർ അപ്പം എടുക്കാൻ മറന്നുപോയതിനെ ഓർത്തിട്ട് അവരുടെ മൈൻഡിൽ കർത്താവ് ഈ പുളിച്ച മാവിൻ്റെ കാര്യം വരുമ്പോൾ അവർ ചിന്തിക്കുന്ന അപ്പത്തെക്കുറിച്ചാണ്. പ്രീവിയസ് 2 ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടതാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ അപ്പം എടുക്കാൻ മറന്നുപോയി എന്നുള്ള സാഹചര്യത്തിന് മുമ്പിൽ അവരത് മറന്നു പോവാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെയല്ലേ പലപ്പോഴും? ഇന്നലെ കർത്താവ്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്നാൽ ഇന്നലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നുപോയി നമ്മൾ ഭാരപ്പെടാൻ തുടങ്ങും, നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. കർത്താവെ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്ത്? പക്ഷെ നമ്മൾ ജനിച്ച നാൾ മുതൽ കഴിഞ്ഞ നാളുകൾ വരെ നമ്മളെ നടത്തി, നമ്മളെ അത്ഭുതകരമായി, നമ്മളെ ശ്രേഷ്ഠമായി നടത്തിയ കർത്താവിൻ്റെ പ്രവൃത്തികളെ പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ഓരോ ദിവസവും നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്നുവരെ നടന്നത്, ഇന്നുവരെ എന്നെ നടത്തിയത് ഈ കർത്താവിൻ്റെ കൃപയല്ലേ, ഈ കർത്താവിൻ്റെ സ്നേഹമല്ലേ? ഇപ്പോൾ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളിത് ഇന്ന് കേൾക്കുമ്പോഴും ഒക്കെയും കർത്താവിൻ്റെ കൃപ കൂടി ഇരുന്നുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. നമ്മുടെ ഒരു ശ്വാസം നിന്നു പോയാൽ തീരാവുന്നതല്ല ഉള്ളൂ നമ്മുടെ ജീവിതം. ആ കർത്താവ് നമ്മളെ ഇത്രയും സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി ഓരോ പ്രവൃത്തികളും ചെയ്തു തരുന്ന ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മുമ്പിൽ മറന്നു പോകാതെ എപ്പോഴും കർത്താവിനോട് ചേർന്ന് ഇരിപ്പാൻ തക്കണം, കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിനോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് പോകാൻ തക്കണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധികമായി വേണ്ട ഒരു കാര്യമാണ് കർത്താവിനോടുള്ള ട്രസ്റ്റ്, കർത്താവിനോടുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള കൊതി, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് പറയുവാൻ, കേൾക്കാൻ, സംസാരിക്കുവാൻ തക്കണം നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്നതിനെ ഡിസേൺ ചെയ്യുവാൻ, സ്പിരിച്വലി അത് ഡിസേൺ ചെയ്തെടുക്കുവാൻ തക്കണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. എങ്കിലേ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ അപ്പനോട്
അവനുമായിട്ടുള്ള ആ ഒരു യാത്രയിൽ, ആ ഒരു ജേർണിയിൽ നമുക്ക് സന്തോഷത്തോടെ അഭിഷേകത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൻ്റെ ആ വലിയ കൃപ നമ്മൾക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങൾ നമുക്ക് അപ്പൻ്റെ കൃപ ചോദിക്കാം. അപ്പൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ചെറിയ ചിന്ത നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.